പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസ് ഈസ് ഹീറ്റിംഗ് അപ്പ്. മാഞ്ചസ്റ്റർ സിറ്റിയും അർസനലും തമ്മിലുള്ള ആ ഒരു ടൈറ്റിൽ റേസ് ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അർസനൽ 73 പോയിന്റുമായി ഒന്നാമത് നിൽക്കുകയാണ്. മാൻ സിറ്റി 70 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അർസനൽ ഒരു കളി എക്സ്ട്രാ കളിച്ചിട്ടുണ്ട്. 34 കളികൾ അർസനൽ കളിച്ചിട്ടുള്ളപ്പോൾ സിറ്റി 33 കളികളെ കളിച്ചിട്ടുണ്ട്. അർസനൽ ലാസ്റ്റ് കളിച്ചത് ചാമ്പ്യൻസ് ലീഗിലാണ്. അത്ലറ്റിക്കോ മഡ്രിഡിനെതിരെ ഒരു അവരുടെ ഗ്രൗണ്ടിൽ വെച്ച് 1-1 സ്കോറിൽ ഒരു ഡ്രോ പിടിച്ചായിരുന്നു അർസനൽ. ഇതൊരു അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. അവസാന നിമിഷം ഒരു പെനൽറ്റി ഒക്കെ റൂൾ ഔട്ട് ചെയ്തിരുന്നു അർസനലിന്റെ. അത് ഒരുപക്ഷെ റഫറി അർസനലിന് അനുകൂലമായി കൊടുത്തിരുന്നെങ്കിൽ അർസനൽ ആ മാച്ച് വിജയിച്ചേനെ. പ്രീമിയർ ലീഗിൽ അവർ ലാസ്റ്റ് കളിച്ചത് ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ എമിറേറ്റ്സിൽ വെച്ചായിരുന്നു. ഒരു വളരെ അണ്ടർവെൽമിംഗ് പെർഫോമൻസ് ആയിരുന്നു അർസനലിന്റേത്. അവരുടെ ആ ഗ്രൗണ്ടിൽ അവരുടെ ഫാൻസിന്റെ ഒരു ടെൻഷനും അവർ ഇതുവരെ പ്രീമിയർ ലീഗ് ജയിക്കാത്തതിന്റെ ആ ഒരു ടെൻസ്ഡ് അറ്റ്മോസ്ഫിയർ വാസ് വെരി അപ്പാരന്റ്. ആൻഡ് ദേ സംഹൗ ഹെൽഡ് ഓൺ ടു ദ വിക്ടറി. 1-0 അവർ എങ്ങനെയൊക്കെയോ വിജയിച്ചു എന്ന് പറയേണ്ടി വരും. എവരേച്ചി എസയുടെ ഒരു അടിപൊളി ഗോളിലാണ് അവർ ആ കളി വിജയിച്ചത്. ആൻഡ് ദേ വെർ വെരി റിലീവ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ മാച്ച്. സിറ്റിയുടെ ലാസ്റ്റ് മാച്ച് വാസ് നോട്ട് ഇൻ ദ പ്രീമിയർ ലീഗ്. ലാസ്റ്റ് വീക്കെൻഡ് സിറ്റിയുടെ മാച്ച് ഇല്ലായിരുന്നു പ്രീമിയർ ലീഗ് ബിക്കോസ് ദേ വർ പ്ലേയിങ് ഇൻ ദി FA കപ്പ്. അവര് FA കപ്പ് സെമി ഫൈനൽ കളിക്കുകയായിരുന്നു സതാംപ്ടനെതിരെ. ചാമ്പ്യൻഷിപ്പിലുള്ള സതാംപ്ടനെതിരെയായിരുന്നു അവർ സെമി ഫൈനൽ കളിച്ചത്. 2-1 അവർ ആ മാച്ച് വിജയിച്ച് ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തു. ചെൽസിയാണ് അവർ ഫൈനലിൽ കളിക്കാൻ പോകുന്നത്. സെമി ഫൈനലിൽ സിറ്റി വളരെ അടിപൊളി ഒരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. 1-0 കുറച്ചു നേരം പുറകിൽ നിന്നിരുന്നെങ്കിലും 2-1 അറ്റ് ദി എൻഡ് അവർ വിജയിക്കാൻ സാധിച്ചു. ഹാലൻഡും ഡോക്കുനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി സിറ്റിയുടെ ഒരു അറ്റാക്കിംഗ് എഡ്ജ് വളരെ അടിപൊളിയായി. ആൻഡ് ദേ വൺ ദ മാച്ച് 2-1 വെരി കംഫർട്ടബിൾ. മൊമെന്റം ഈസ് വിത്ത് മാഞ്ചസ്റ്റർ സിറ്റി. കാരണം നമുക്കറിയാം സിറ്റി പൊതുവെ എല്ലാ സീസണുകളിലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ അടിപൊളിയായിട്ട് കളിച്ച് എപ്പോഴും നല്ലൊരു ഒരു ഫിനിഷാണ് അവർക്ക് കിട്ടാറുള്ളത്. വേറെ അർസനലിന്റെ കാര്യം നമുക്കറിയാം. അർസനൽ പല പല സീസണുകളായി ഈ ഏപ്രിൽ മെയ് ടൈമിലുള്ള ഒരു മോശം പെർഫോമൻസിലാണ് അവർ എപ്പോഴും സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്നത്. ആൻഡ് ഈവൻ ദി റിസൾട്ട്സ് അർസനലിലെ 2 കളികളിൽ EFL കപ്പ് ഫൈനലിലും പ്രീമിയർ ലീഗിലും സിറ്റി അർസനലിനെ റീസെന്റ് തോൽപ്പിച്ചായിരുന്നു. സോ ദി മൊമെന്റം ഈസ് ഫേംലി വിത്ത് മാഞ്ചസ്റ്റർ സിറ്റി. ഇനി കളിക്കാനുള്ള കളികളിൽ കമ്പാരിറ്റീവ്ലി അർസനലിനാണ് കുറച്ച് ഈസിയർ ഫിക്ചേഴ്സ് ഉള്ളത് കമ്പയർഡ് ടു മാഞ്ചസ്റ്റർ സിറ്റി. അർസനലിന് ഒരു വെസ്റ്റ് ഹാം നെതിരെയുള്ള എവേ ഫിക്ചർ ഉണ്ട്. അതാണ് അവരുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കളി. വേറെ സിറ്റിക്ക് ബേൺമൗത്തും എവർട്ടണും എന്നീ ടീമുകളൊക്കെ ഉണ്ട്. ബേൺമൗത്തും എവർട്ടണും ഒക്കെ യൂറോപ്യൻ ഫുട്ബോളിന് ക്വാളിഫൈ ചെയ്യാൻ കളിക്കുന്നവരാണ്. സോ ദോസ് 2 മാച്ചസ് വിൽ ബി പ്രിറ്റി ഡിഫിക്കൽട്ട് ഫോർ മാൻ സിറ്റി. വേറാസ് അർസനൽ ഹാവ് കമ്പാരിറ്റീവ്ലി ഈസിയർ ഫിക്ചേഴ്സ്. വെസ്റ്റ് ഹാമിനെതിരെയുള്ള കളി വെസ്റ്റ് ഹാം റിലഗേഷൻ അവോയ്ഡ് ചെയ്യാൻ കളിക്കുന്ന ഒരു കളിയായതിനാൽ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇതിനകത്തൊരു വേറൊരു കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അർസനലിന് ചാമ്പ്യൻസ് ലീഗിന്റെ സെമിഫൈനൽ സെക്കൻഡ് ലെഗും കൂടെ കളിക്കാനുണ്ട്. സോ ദേ വിൽ ഹാവ് ടു റൊട്ടേറ്റ് ദെയർ സ്ക്വാഡ് സ്മാർട്ട്ലി. കാരണം അവരെ കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഇഞ്ചേർഡ് ആണ്. ഫിക്സർ ലിസ്റ്റ് അർസനലിനാണ് ഈസി. പക്ഷേ വേറൊരു കോമ്പറ്റീഷനും കൂടെ അർസനൽ പങ്കെടുക്കാനുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ട് അർസനലിനുണ്ട്. സിറ്റിക്ക് ബുദ്ധിമുട്ടാകാൻ പോകുന്നത് ഒരു ഒരു 7 ദിവസത്തിനുള്ള ഒരു 3 കളിയുടെ ഒരു റൺ വരുന്നുണ്ട്. അതിന്റെ നടുക്കാണ് ചെൽസിക്കെതിരെയുള്ള FA കപ്പ് ഫൈനൽ. ആ ഒരു 3 കളികൾ എങ്ങനെ അവർ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറായി. ഈ മെന്റൽ ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം മാൻ സിറ്റിയുടെ മാനേജർ പെപ് ഗാർഡിയോളയാണ്. ഹീസ് മെന്റലി വെരി ടഫ് ആൻഡ് ഹി നോസ് ഹൗ ടു കൺട്രോൾ ഹിസ് ടീം. അവർക്ക് പല ലീഗുകളും അവർ ജയിച്ചിട്ടുള്ളത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഒരു അടുപ്പിച്ചുള്ള കുറെ വിജയങ്ങളിലൂടെയാണ്. ഗാർഡിയോള നോസ് വാട്ട് ഹീസ് ഡൂയിങ്. വേറാസ് അർസനലിന്റെ മെന്റൽ ഒരു ഇത് ആക്ച്വലി വീക്കാണ്. കാരണം 2 തോൽവികൾ സിറ്റിക്കെതിരെ വന്നതും പിന്നെ അത് മാത്രമല്ലാതെ ഈ പ്രീമിയർ ലീഗിൽ പൊതുവെ ഒരു ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട് ഓപ്പൺ പ്ലേയിൽ നിന്ന്. അവർ കൂടുതലും സെറ്റ് പീസിൽ ഡിപ്പെൻഡന്റ് ആയി മാറിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് അഫക്റ്റിംഗ് ദം മെന്റലി. ഐ തിങ്ക് മാൻ സിറ്റി ആർ ഇൻ എ ബെറ്റർ പ്ലേസ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ് ഹൗ ദ സീസൺ ഇസ് ഗോയിങ് ടു എൻഡ്. ഹൗ അർസനൽ ആർ ഗോയിങ് ടു മാനേജ് ചാമ്പ്യൻസ് ലീഗ് അലോങ് വിത്ത് ദ പ്രീമിയർ ലീഗ് ആൻഡ് ഹൗ സിറ്റി ആർ ഗോയിങ് ടു റൊട്ടേറ്റ് ദെയർ സ്ക്വാഡ്. ഇനിയുള്ള കളികളിൽ ഈ അർസനലും മാൻ സിറ്റിയും എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം കിടക്കുന്നുണ്ട്. സോ എനിവേസ് ഇറ്റ്സ് ഗോയിങ് ഡൗൺ ടു ദ വയർ. അവസാന കളിയിലായിരിക്കും ഒരു പക്ഷേ നമുക്ക് ആരായിരിക്കും പ്രീമിയർ ലീഗ് ജയിക്കുക എന്ന് അറിയാൻ പറ്റുക.